നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് എന്ന്, അതിന്റെ നിർമ്മാണം എന്തിനായിരുന്നുവെന്നും? കേരളത്തിലെ വ്യോമയാന ചരിത്രം പലർക്കും കൗതുകം നിറഞ്ഞ ഒരു വിഷയമാണ്. ഇന്ന് നമുക്ക് പരിചിതമായ വിമാനയാത്രകൾക്ക് തുടക്കം കുറിച്ചത് കോഴിക്കോട് ജില്ലയിലെ കരിപ്പൂരിലാണ്. ഇന്ന് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെടുന്ന ഈ വിമാനത്താവളം ആദ്യം ബ്രിട്ടീഷ് ഭരണകാലത്താണ് രൂപം കൊണ്ടത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത്, പ്രത്യേകിച്ച് 1940കളിൽ ബ്രിട്ടീഷ് ഭരണകൂടം സൈനിക ആവശ്യങ്ങൾക്കായി കരിപ്പൂരിൽ ഒരു എയർസ്ട്രിപ്പ് നിർമ്മിച്ചു. ഇത് പ്രധാനമായും വേൾഡ് വാർ II സമയത്ത് സൈനിക വിമാനങ്ങൾ ഇറക്കാനും ഉയർത്താനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ ആദ്യ വിമാനത്താവളത്തിന്റെ തുടക്കം ബ്രിട്ടീഷുകാരുടെ കാലത്താണെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ ഇറങ്ങിയ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളായതിനാൽ വ്യക്തമായ ആദ്യ പൈലറ്റ് എന്ന പേരിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിലെ പൈലറ്റ്മാരാണ് ഈ റൺവേ ആദ്യമായി ഉപയോഗിച്ചതെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ എയർസ്ട്രിപ്പ് ക്രമേണ വികസിപ്പിച്ച് സിവിൽ വിമാന സർവീസുകൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വിമാനയാത്ര ആരംഭിച്ചത് ഏറെക്കാലത്തിനു ശേഷമാണ്. 1980കളിൽ ഈ വിമാനത്താവളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുകയും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് തൊഴിലാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന മലയാളികൾക്ക് ഇത് വലിയൊരു വഴിത്തിരിവായി. അതിനുശേഷം കരിപ്പൂർ വിമാനത്താവളം കേരളത്തിന്റെ പ്രധാന അന്താരാഷ്ട്ര കവാടങ്ങളിലൊന്നായി മാറി. ആദ്യകാലങ്ങളിൽ ആകാശത്ത് പറക്കുന്ന വിമാനം കണ്ടപ്പോൾ പേടിച്ചോടിയ ജനങ്ങൾ ഇന്ന് അതേ വിമാനത്തിൽ കയറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ഒരു കാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ റൺവേ ഇന്ന് ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ഒരു പ്രധാന വിമാനത്താവളമായി വളർന്നത് മനുഷ്യന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെയും കാലത്തിന്റെ മാറ്റത്തിന്റെയും വലിയ തെളിവാണ്. ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.